എടാ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കടാ, ഇല്ലെങ്കിൽ യുദ്ധേ ഇവിടെ ഞാനോട്ടായിരിക്കും പറഞ്ഞേക്ക്. എടാ വിഷ്ണുവിനൊപ്പം ഞാൻ നിൽക്കത്തുള്ളൂ. അവനൊരു ആപത്തും വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. ആ അവനെ ഇവിടെ ഇറക്കി വിട്ടിട്ടേ മറ്റാരെ ഞാനിവിടെ താമസിപ്പിക്കത്തുമില്ല. അപ്പൊ നീയൊക്കെയാണല്ലേ എന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോയത്? താടി എന്റെ കുഞ്ഞിനെ. നിങ്ങളാരാ? ഇത് ഞങ്ങളുടെ കുഞ്ഞാ, ഞങ്ങളുടെ സ്വന്തം കുഞ്ഞ്. എന്റെ കുഞ്ഞിനെ തരാനാ പറഞ്ഞ മോളെ. അങ്ങോട്ട് മാറി നിക്ക. ഭ്രാന്ത് പിടിച്ചപ്പോ ഭ്രാന്ത് ആശുപത്രി കിടക്കണം, അല്ലാതെ വഴി പോകുന്നവരുടെ മെക്കിട്ട് കയറിയല്ല വേണ്ട. എന്റെ കുഞ്ഞിനെ തരാനല്ലേ പറഞ്ഞ മോളെ. അങ്ങോട്ട് മാറി നിക്ക. അയ്യോ അയ്യോ, എന്താ ഇത്? എന്താ മോളെ? ആന്റി, എന്റെ കുഞ്ഞ്. നിന്റെ കുഞ്ഞല്ല, ഞങ്ങളുടെ കുഞ്ഞാ. ആന്റി, ഇത് എന്റെ മോളാ. ശാരദ, ഇത് നിന്റെ മോളല്ല. സുഖമില്ലാത്ത ആളാ, ഉപദ്രവിക്കരുത് പ്ലീസ്. സുഖമില്ലാത്ത ആൾക്കാരെ കൊണ്ട് കിടക്കണം നിങ്ങളെ വേണം തല്ലാനായിട്ട്. ഞങ്ങളൊരു ചടങ്ങിന് പോകാൻ നിൽക്കായിരുന്നു. ശകുനം ഇപ്പൊ ഇതായി. സോറി, അവക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക. വാ, ഇങ്ങനെ ഓരോരുത്തർ വന്നോളൂ സമയം മെനക്കെടുത്താനായിട്ട്. ആന്റി, എന്റെ മോള്. മോളെ, അത് നിന്റെ കുഞ്ഞല്ല, അത് അവരുടെ കുഞ്ഞാ. നിനക്ക് നിന്റെ കുഞ്ഞിന്റെ മുഖം ഓർമ്മയില്ലേ? എല്ലാം ഒരു മായ പോലെ എനിക്ക് തോന്നുന്നത്. ചില സമയത്ത് എന്നെ നോക്കി കിടക്കുന്ന ആ കണ്ണുകൾ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഇടയ്ക്കെപ്പോഴും അവൾ എന്നെ നോക്കി ചിരിച്ചിട്ടുണ്ട്. അത്തരത്തിലെ ചില ഓർമ്മകൾ മാത്രം ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. ആ ഓർമ്മകളും വെച്ച് എങ്ങനെ ആന്റി എന്റെ മോളെ കണ്ടെത്തുന്ന എനിക്കറിയില്ല. മോളെ കരയണ്ട, നിനക്ക് നിന്റെ മോളെ തിരിച്ചു കിട്ടും. അത് എങ്ങനെയെന്ന് ചോദിച്ചാ എനിക്കിപ്പോ മറുപടിയില്ല. വരട്ടെ, കാര്യങ്ങളെല്ലാം ശരിയാവും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഇവൾക്ക് നല്ല സുഖമില്ല, അതുകൊണ്ട് പറ്റിപ്പോയതാ. മോളെ, പോട്ടെ സുമതി. ശരി ആന്റി. ചെന്നിട്ടേ, നമുക്ക് ഒരുപാട് പണിയുള്ളതാ. വാ വാ. അച്ഛാ, അച്ഛൻ ഇവിടെ വന്നിരിക്കായിരുന്നോ? ഞാൻ അച്ഛന്റെ മുറിയിലൊക്കെ പോയിട്ട് വരിക. എന്ത് കാര്യം? അച്ഛന് മരുന്ന് കഴിക്കണ്ടേ? കൃത്യമായ ഭക്ഷണവും മരുന്നും ചെന്നാലല്ലേ അസുഖം മാറൂ. ഇതാ കഴിക്കേ. ഇതാ. അപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് അറിയാമല്ലയോ? ഞാൻ അന്നേ നിന്റെ വീട്ടിൽ നിന്നപ്പോ നീ ഇങ്ങനൊന്നും അല്ലല്ലോ സംസാരിച്ചേ. വലിഞ്ഞേറിയെന്നാരുടെ സംസാരിക്കുന്ന പോലെ ആയിരുന്നല്ലേ? അല്ല, അതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നാ? നിനക്കെന്താ അത്ര സ്നേഹം ഇപ്പം? അതൊക്കെ അന്നേരത്തെ ദേഷ്യത്തിന് പറയുന്നല്ലേ അച്ഛാ. അച്ഛൻ ഇപ്പോഴും അതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കാ? കേട്ടത് ഞാനല്ലേ, അപ്പൊ പിന്നെ എനിക്ക് മറക്കാൻ പറ്റുമോ? അച്ഛാ, അച്ഛൻ അതൊക്കെ വിട്. ഇനി ഇവിടെ ഇപ്പൊ അച്ഛന്റെയും സത്യമ്മയുടെയും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനല്ലേ. അന്നത്തെ എന്റെ പെരുമാറ്റം അച്ഛന് സങ്കടമായിട്ടുണ്ടെങ്കിൽ ദേ ഇനിയിപ്പോ അച്ഛന്റെ കാര്യങ്ങൾ നോക്കുമ്പോ കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചോളാം. ഇനിയിപ്പോ ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ നിങ്ങളെ നോക്കാൻ. ശാലിനിയും കുട്ടികളും പിണക്കായതുകൊണ്ട് ഇവിടെ നിന്ന് മാറിയിരിക്കുന്നതേ. പക്ഷെ ഈ പിണക്കൊക്കെ കഴിയുമ്പോഴേ അവരിങ്ങോട്ട് തിരിച്ചു വരും. അതിന് സത്യമ്മ സമ്മതിക്കോ? വിഷ്ണുവിന്റെ വീട്ടിലോട്ടെ അവനവന്റെ ഭാര്യ മക്കളെ കൂട്ടിക്കൊണ്ട് വരുന്നതിനെ ഭാമ സമ്മതിക്കാതിരിക്കേണ്ട കാര്യം എന്തുവാ? പിന്നെ അവന്റെ അച്ഛനായ ഞാനിവിടെ ജീവനോടെ ഇരിക്കുന്നു. അല്ലെങ്കിലേ അവര് താമസിക്കേണ്ട വീടായത്. അതൊന്നും അവർക്ക് നിഷേധിക്കാനൊന്നും പറ്റത്തില്ല. ഭാമയ്ക്ക് പോലും എതിര് പറയാനൊക്കത്തില്ല. പിന്നെ ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടാ. ഇവിടെ ആര് താമസിക്കണം എന്നുള്ള തീരുമാനം എടുക്കാനുള്ള അവകാശവും എനിക്കാ. ഓ, ഇങ്ങേരാ ശിവനെ വിഷ്ണു ആണെന്നും പറഞ്ഞ് തലകേറ്റി വെച്ചിരിക്കുകയല്ലേ.
അതുകൊണ്ട് കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞാലൊട്ടും മനസ്സിലാവുകയില്ല. നീ എന്തോടി ഇരുന്ന് ആലോചിക്കുന്നേ? ഹ? ഏയ് ഒന്നുമില്ല. ആ, സ്വന്തം മോന് മരുമോക്കേരെ കേസ് കൊടുക്കാൻ പോയിട്ട് വരുന്നത് വരവാ. അല്ല, മുഖത്ത് പോയപ്പോഴുള്ള പ്രസാദമൊന്നും കാണുന്നില്ല. കേസ് കൊടുക്കാൻ പോയിട്ട് എന്തോ ആയി? നാളെ തന്നെ ശിക്ഷ നടപ്പാക്കുവോ? പറഞ്ഞ പിടിച്ചില്ല. എടാ എടാ നിന്റെ അമ്മയുണ്ടല്ലോ, ഈ ഭാമ, അവക്കേ ബോധമില്ല. എടാ അവക്കൊപ്പം നീയും കൂടെ തുള്ളാൻ നിന്നല്ലേ. എടാ വീടാവുമ്പോഴേ ചെറിയ വഴക്കും ബഹളമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇവിടെ കേസ് കൊടുക്കൂടാ? എടാ ഈ നിസ്സാര കാര്യത്തിന് കേസ് കൊടുക്കാനാണെങ്കിലേ കോടതി കേസ് കൊടുത്ത് അറിയുമല്ലേ. ഇതേ നാട്ടുകാരെങ്ങാനും അറിഞ്ഞാ ഉണ്ടല്ലേ, എവളെ കളിയാക്കി കൊല്ലും. സ്വന്തം മോനൊരു കേസ് കൊടുക്കാൻ നടക്കുന്നു. എടാ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കടാ, ഇല്ലെങ്കിൽ യുദ്ധേ ഇവിടെ ഞാനോട്ടായിരിക്കും പറഞ്ഞേക്ക്. എടാ വിഷ്ണുവിനൊപ്പം ഞാൻ നിൽക്കത്തുള്ളൂ. അവനൊരു ആപത്തും വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. ആ, അവനെ എവിടെ നിറക്കി വിട്ടിട്ടേ മറ്റാരും ഞാനിവിടെ താമസിപ്പിക്കത്തുമില്ല. അതിന് വെച്ച വെള്ളമൊക്കെ അങ്ങ് വാങ്ങി വെച്ചാ മതി. ഇതൊരു നടക്കി പോകുമെന്ന് തോന്നുന്നില്ല. ലഹരിക്കെതിരെയുള്ള പോരാട്ടം, അതായിരുന്നു നമ്മുടെ മുഖ്യ അജണ്ട. അതിനുവേണ്ടി കയ്യും മെയ്യും മറന്ന് പോരാടുക. ലക്ഷ്യം ഒന്നേയുള്ളൂ, നഗരത്തെ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്നും മുക്തമാക്കുക. ഒരു ശുദ്ധികലശം, വരും തലമുറയ്ക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന ഒരു സേവനം. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആക്ഷൻ ഫോഴ്സിന്റെ തുടക്കം. അതെത്രത്തോളം വിജയം കണ്ടു എന്ന് പറയാൻ ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ തോളോട് തോൾ ചേർന്ന് നിന്ന് ആത്മാർത്ഥമായി പ്രവർത്തിച്ച CA റസാഖ് നിങ്ങളോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട കളക്ടർ ശാലിനി മേഡത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആക്ഷൻ ഫോഴ്സ് 2026 വലിയൊരു വിജയം തന്നെയാണ് കണ്ടത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കും വിതരണം ചെയ്യുന്നവർക്കും ഈ കഴിഞ്ഞ 1-2 ആഴ്ചക്കാലം എന്ന് പറയുന്നത് ഉറക്കമില്ലാത്ത രാത്രികളാകാൻ കഴിഞ്ഞു എന്നത് ഈ മിഷന്റെ വിജയം തന്നെയാണ്.